കാലം വരും മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്, മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ പൈസ കിട്ടിയാൽ മതി. പോസ്റ്റ് ഓഫീസുകാരൻ വരും, കുറിക്കാരൻ വരുന്നുണ്ട്. 5000 രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ, അല്ലേ, 10000 രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ നിങ്ങൾക്ക് 12000 രൂപ അടക്കാൻ പറ്റിയേക്കും. 2 കൊല്ലം കൊണ്ട് 24000. അത് നിങ്ങൾ ഒരു 5 കൊല്ലം കാത്തു നിന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1.5 ലക്ഷം. അല്ലേ, പൈസയല്ലേ വരുന്നത്, ലാഭത്തിനുമേ ലാഭമല്ലേ വരുന്നത്, ഇരട്ടിക്കിരട്ടിയല്ലേ വരുന്നത്. പൊന്നു സഹോദരിമാരെ, വഞ്ചിക്കപ്പെടല്ലേ. പോസ്റ്റ് ഓഫീസിന്റെ കുറികൾ നിങ്ങൾ സൂക്ഷിക്കണം. പലിശയുടെ കുറികൾ അതിന്റെ ഉള്ളിൽ വന്നുകൂടുന്നുണ്ട്. നിങ്ങൾ അടക്കുന്ന പൈസയിൽ ഒരൊറ്റ ഫിൽസെങ്കിലും ഏറെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ, നിങ്ങളായിട്ട് അധ്വാനിക്കാതെ, നിങ്ങളായിട്ട് കച്ചവടം ചെയ്യാതെ, ബാങ്കുകാരൻ ഞങ്ങളുടെ ലാഭമാണെന്ന് പറഞ്ഞു തരുന്നത്, ഇത്ര അടച്ചാൽ ഇത്ര നിങ്ങൾക്ക് ഇരട്ടി തരാം, ഇത്ര കൊല്ലം കൊണ്ട്, ഇത്ര മാസം കൊണ്ട് എന്ന് പറയുന്നത് പലിശയുടെ പൈസയല്ലേ, ഹറാമിന്റെ പൈസയല്ലേ. അത് തിരിച്ചു വാങ്ങിച്ചോളൂ. നിങ്ങൾ അടച്ച പൈസ എത്രയോ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അതിലേറെ വരുന്നത് ഹറാമിന്റെ പൈസയല്ലേ. അതുകൊണ്ട് മക്കൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കണ്ട, അതുകൊണ്ട് മക്കൾക്ക് നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കല്ലേ. ലൈഫ് ഇൻഷുറൻസ് പോളിസിക്കാരൻ ഗൾഫുകാരന്റെ പിന്നാലെ ഓടി വരുന്ന പോളിസിക്കാരാ. ലൈഫ് ഇൻഷുറൻസ് ഹലാലാണെന്ന് അവർ വാദിക്കാറുണ്ട്. ഇത് ശരീഅത്തിന്റെ, ഇസ്ലാമിന്റെ ഖജാന പോലെ, ബൈത്തുൽ മാൽ പോലെയാണെന്ന് വഅല പറയുന്ന ഏജന്റുമാർ നാടുകളിൽ കാണും. ലൈഫ് ഇൻഷുറൻസ് മുസ്ലിമായ ഒരു മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇൻഷൂർ എപ്പോഴാണ് അള്ളാഹു പുറത്തു തരുന്നത്? എപ്പോഴാണ്? ഗത്യന്തരമില്ലാത്ത ഇൻഷൂറുകൾ. നിങ്ങളൊരു വാഹനം മേടിക്കണം, ആ വാഹനം റോഡിലിറങ്ങാൻ റോഡിന്റെ ഇൻഷൂർ വെക്കണം, ഇൻഷൂർ ചെയ്യണം വാഹനം. നിവർത്തിയില്ല, ചെയ്തേ പറ്റൂ, ഒരു കുഴപ്പമില്ല. ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയാണോ? യാത്രാ ഇൻഷുറൻസ് അങ്ങനെയാണോ? നിങ്ങൾ ചെയ്യുന്ന ബാക്കി ഇൻഷുറൻസുകൾ അങ്ങനെയാണോ? ഗത്യന്തരമില്ലാത്തവക്കല്ലേ അള്ളാഹു അനുവദിക്കൂ. അല്ലാത്തത് എങ്ങനെയാണ് അള്ളാഹുവിന് മുമ്പിൽ കയ്യും കെട്ടി പറഞ്ഞു കൊടുക്കുക? അതുകൊണ്ട് പോളിസി എടുത്ത ആളുകളെ, നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്കുള്ളതാണ്, ഹലാലാണത്. അതിലേറെ 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു പോകുമ്പോഴോ, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ, ഇത്ര തരാമെന്ന് പറയുന്ന സംവിധാനം പലിശയുടെ പൈസയല്ലേ. سيأتي على الناس زمان لا يبالي ما أخذ منه أمن الحلال أم من الحرام. കിട്ടുന്ന പൈസ ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ, പണ്ഡിതന്മാരോടൊന്ന് കൂടിയാലോചന ചെയ്യാതെ, ഒന്ന് ചോദിക്കാതെ പൈസകൾ വരട്ടെ, എമ്പാടും വരട്ടെ, ഹലാലും ഹറാമും പ്രശ്നമല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലം, ദുഷിച്ച ആളുകൾ ജീവിക്കുന്ന കാലത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാറ്റം വരണം സഹോദരിമാരെ, മാറ്റങ്ങൾ വരണം സഹോദരന്മാരെ. സമ്പത്ത് ശുദ്ധമാകാതിരുന്നാൽ അപകടമല്ലേ. യഖൂലുൽ അബ്ദു ഐ റബ്ബി ഐ റബ്ബി, പടച്ചവനെ പടച്ചവനെ എന്ന് ദുആ ചെയ്യുന്ന ആളുകൾ, എത്രയോ ആളുകൾ അഗ്ബറ അശ്അസ, മുടി ജട പിടിച്ചിട്ടുണ്ട്, ശരീരം പൊടിപുരണ്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ കണ്ടാൽ ഏതോ ഒരു ത്യാഗി വരിനെ പോലെ കാണുന്ന ആളുകൾ യാ റബ്ബി യാ റബ്ബി, പടച്ചവനെ പടച്ചവനെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. അന്നാ യുസ്തജാബു ലഹ്, എങ്ങനെയാണ് അവർക്ക് അല്ലാഹു ഉത്തരം തരുക? മഅ്കലുഹു ഹറാം വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന വെള്ളം ഹറാമിന്റെ വെള്ളമാണ്, കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. വഗുദിയ ബിൽ ഹറാം, അവൻ ധരിച്ച വസ്ത്രം ഹറാമിന്റെ പൈസ കൊണ്ട് വാങ്ങിയതാണ്. എല്ലാം ഹറാമായിരിക്കെ എങ്ങനെ അല്ലാഹു അവർക്ക് ഉത്തരം കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. വട്ടി പലിശക്ക് കൊടുക്കുന്നവരെ കുറിച്ച് ഇനി പറയാനുണ്ടോ? പലിശ കച്ചവടം ചെയ്യുന്നവരെ കുറിച്ച് ഇവിടെ ചർച്ച വേണ്ടതുണ്ടോ? ബാക്കി വിഷയങ്ങൾ പോലും ഇത്ര ഗൗരവമാണെങ്കിൽ
പലിശക്ക് ഉപയോഗിക്കുകയും സേവിംഗ് അക്കൗണ്ടുകളിൽ വെച്ചിട്ട് അതിന്റെ പൈസ കൊണ്ട് തിന്ന് ജീവിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനികളുടെയോ മറ്റോ ഏർപ്പാടുകൾ മുസ്ലിമിന്റെ വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയാണ് ആ ശരീരം സ്വർഗത്തിലേക്ക് പോവുക? എന്താണ് ഹദീസ്? കുല്ലു ലഹ്മിൻ, ഏതൊരു ശരീരവും നബത മിൻ സുഹ്തിൻ, ഹറാമിൽ നിന്ന് പരിപോഷണം ലഭിച്ചത്, ഹറാമിൽ നിന്ന് കുടിച്ചത്, ഹറാം തിന്നു വളർന്നത്, അങ്ങനത്തെ ശരീരം അന്നാറു ഔലാ ബിഹി, ആ ശരീരം പോയി കിടക്കാൻ നല്ലത് അല്ലാഹുവിന്റെ നരകമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അജബു തഹർരി റിസ്ഖിൽ ഹലാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു സംഭവം കൂടെ. തകൂനു ഇബ്ലുൽ ലിശയാതീനി വബൈതുൽ ലിശയാതീൻ, അന്ത്യനാളിന്റെ അടയാളത്തിൽ പറഞ്ഞൊരു സംഭവമാണിത്. തകൂനു ഇബ്ലുൽ ലിശയാതീനി വബൈതുൽ ലിശയാതീൻ, പിശാചുക്കൾക്ക് വേണ്ടി ഒരു ഒട്ടകവും പിശാചുക്കൾക്ക് വേണ്ടി ഒരു വീടും ഉണ്ടാകുന്ന കാലം എന്ന് പറഞ്ഞാൽ, തനിക്ക് ഉപയോഗിക്കാൻ ഒരു വാഹനം ജായിസാണ്, അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ വേറൊരു വാഹനം കൂടെ മേടിച്ചു, അത് ഉപയോഗിക്കുന്നേ ഇല്ല, അത് പാർക്കിങ്ങിൽ കിടക്കുകയാണ്, അത് നാട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഉദാഹരണം പറയാം, അവൻ ഉപയോഗിക്കുന്നത് അവന് ഹലാലാണ്. ഉപയോഗിക്കാതെ വെക്കുന്ന ഒട്ടകം എന്ന് പറഞ്ഞത്, ഉപയോഗിക്കാതെ വെക്കുന്ന വാഹനം ആരാണ് പിന്നെ അതിൽ കയറിയിരിക്കുക? അശ്ശയാതീൻ, പിശാചുക്കളാണ്. ഉപയോഗിക്കാത്ത വാഹനം മനുഷ്യൻ ഉപയോഗിക്കുന്നതുണ്ടായിരിക്കെ ഒന്ന് ഉപയോഗിക്കാനും ഒന്ന് പാർക്കിങ്ങിൽ വെറുതെ വെക്കാനും, അങ്ങനെ വെക്കപ്പെടുന്നത് പിശാചാണ് അവിടെ കയറിയിരിക്കുന്നത്. അങ്ങനത്തെ കാലം വരും. വീട് ഒന്നുണ്ട് താമസിക്കാൻ, എവിടെയോ മറ്റൊരു വീട്, ഒരു ഫ്ലാറ്റ്, ഒരു അപ്പാർട്ട്മെന്റ്, ഒരു റിസോർട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അവിടെ പോയി താമസിക്കുന്നുണ്ടോ? ഇല്ല, പൂട്ടിട്ടിരിക്കുകയാണ്. മുഅ്മിനായ മനുഷ്യൻ അവിടെ താമസിക്കാതെ വന്നാൽ ആരാണ് അവിടെ താമസിക്കുന്നത്? അശ്ശയാതീൻ, പിശാചുക്കളാണ്. പിശാചിന് വേണ്ടി ഒരു വാഹനവും പിശാചിന് വേണ്ടി ഒരു വീടും വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ആവശ്യത്തിനപ്പുറത്തേക്ക് മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നതും ഉപയോഗിക്കാത്തതും. നമ്മുടെ ആവശ്യം നിർവഹിക്കാനല്ല, അതിനപ്പുറത്തേക്ക് വാങ്ങിച്ചു വെക്കുന്നത്. വാഹനം എക്സ്ട്രാ വാങ്ങിയിട്ട് ഉപയോഗിക്കാതെ വെക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതൊന്നുമല്ല, വെറുതെ കിടക്കാൻ, വെറുതെ കിടക്കുകയാണ്. ഇബ്ലുൽ ലിശയാതീൻ, പിശാചിന് വേണ്ടി ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ പിശാചിന് വേണ്ടി ഒരു വാഹനം. വ ഇബ്ലുൽ ലിശയാതീൻ വ ബൈതുൽ ലിശയാതീൻ, പിശാചിന് വേണ്ടി ഒരു വീടും. വീട് പൂട്ടി പോവാ, അകാരണമായി വീട് പൂട്ടി പോവാ. ഈ ഗൾഫുകാർക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണത്. ഫാമിലി സഹിതം അവിടെയാണ്, ഇവിടുത്തെ വീട്ടിൽ ആരുമില്ല, പൂട്ടി പോവാണ്. ആരാ പിന്നെ അവിടെ താമസിക്കുക? പിശാചുക്കളാണ്. പിശാചുക്കളാ താമസിക്കുക. പിശാചിന് വേണ്ടി ഒരു വീട് വാങ്ങിച്ചു വെക്കുന്നത്, ഉപയോഗിക്കാതെ ചെന്നു കയറാതെ താമസിക്കാതെ അനാവശ്യമായി വീടുകൾ വാങ്ങിക്കൂട്ടുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يكون قوم يخضبون في آخر الزمان بالسواد كحواسل الحمام لا يريحون رائحة الجنة. മനുഷ്യന്റെ തലമുടികൾ നരച്ചു പോകുന്ന സമയത്ത് ഖൗമുൻ യഖ്ളിബൂന ഫീ ആഖിരി സമാൻ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ തലമുടികളിൽ കറുപ്പ് പുരട്ടുന്നവർ, മുടി കറുപ്പിക്കുന്ന ആളുകൾ, ബിസ്സവാദി കഹവാസുലിൽ ഹമാമി ലാ യരീഹൂന റായിഹത്തൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പരിമളം അവർക്ക് ലഭിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദ്, അഹ്മദ്, നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിമായപ്പോൾ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് പ്രായമായ ആ മനുഷ്യനെ അഷ്റഫുൽ ഖൽഖിന്റെ ടെന്റിലേക്ക് താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്നു. സ്വഹാബികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ നബി തങ്ങൾ പറഞ്ഞു, ഹല്ലാ തറക്തുമുശ് ശൈഖ ഫീ റഹ്ലിഹി ഫആതീഹി,
ആ മനുഷ്യനെ അവിടെ തന്നെ നിർത്തുകയും ഞാൻ അങ്ങോട്ട് വരികയും ചെയ്യുമായിരുന്നല്ലോ, എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല നബിയെ, സാരമില്ല, നിങ്ങളാണല്ലോ നബിയെ, നിങ്ങളുടെ അടുത്ത് ഞങ്ങളാണല്ലോ വരേണ്ടത്. നബിയേ, എന്റെ വാപ്പ അബൂ ഖുഹാഫ കലിമ ചൊല്ലി മുസ്ലിമാവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അവസാന ഘട്ടത്ത് തലമുടി അമ്പാടും നരച്ച് തിളങ്ങുന്ന സമയത്ത് നതഖ ബിശ്ശഹാദത്തൈൻ കലിമ ചൊല്ലി മുസ്ലിമായിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ മഹാനായ സുഹാബിയുടെ പിതാവിന്റെ തലയിലേക്ക് നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഗയ്യിറു ഹാദാ, ബഹുമാനപ്പെട്ടവരുടെ തല നിങ്ങൾ ആ വെളുപ്പ് നിറം ഒന്ന് മാറ്റിക്കൊടുക്കണം. വജന്നിബുസ് സവാദ വജ്തനിബുസ് സവാദ, കറുപ്പ് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. മറ്റേതെങ്കിലും നിറം കൊണ്ട് ആ വെളുപ്പ് നിങ്ങൾ നിറം മാറ്റണം. വെളുത്ത തലമുടി വെച്ചുകൊണ്ടിരിക്കേണ്ട, കറുപ്പ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് അബൂ ഖുഹാഫയെ സംബന്ധിച്ച് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, സിദ്ദീഖ് തങ്ങളുടെ വാപ്പയെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിച്ചിരിക്കുന്ന സംഭവമാണിത്. യകൂനു ഖൗമുൻ യഖ്ദിബൂന ഫീ ആഖിരിസ് സമാൻ, അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ മുടി കറുപ്പിക്കുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യഖില്ലു ഇഖ്ബാലുൻ നാസി അല ത്വാആതി വൽ അമലി ലിൽ ആഖിറ, പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം ആഖിറത്തിനുള്ള അമല് വർദ്ധിപ്പിക്കേണ്ട ആളുകളാണ് നമ്മൾ. എന്നാൽ പരലോകത്തേക്കുള്ള കർമ്മങ്ങൾ മാറ്റിവെക്കുകയും ദുനിയാവിന്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യർ ഒരുപാട് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് അല്ലാഹു തആല ആഖിറത്തിന് ഒരുങ്ങാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്ക് സമ്പാദിക്കാനുള്ള ഇടമാണ്, ആഖിറത്തിലേക്ക് സമ്പാദിക്കേണ്ട സ്ഥലമാണ്. പക്ഷേ ആഖിറം ലക്ഷ്യം വെക്കാതെ ദുനിയാവ് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ ജനങ്ങളിൽ വർദ്ധിച്ചു വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശുക്ക് വർദ്ധിക്കുമെന്നാണ്. പിശുക്ക് വർദ്ധിക്കും. യുൽഖശ്ശുഹു, പിശുക്ക് വർദ്ധിക്കും. യതഖാറബു الزمان وينقص العمل ويلقى الشح ويكثر الحرج ويلقى الشح, മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിൽ പിശുക്ക് വർദ്ധിക്കും. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിച്ചാൽ കൊടുക്കൂല. അല്ലേ, ഒരു പാട്ടപ്പിരിവ് വന്നു, ഒരു ബക്കറ്റുമായി വന്നു. എന്താണ് നമ്മൾ കൊടുത്തത്? നമ്മുടെ സ്വന്തം വീടിന്റെ ഉള്ളിൽ മലവിസർജനത്തിനിരിക്കുന്ന സ്ഥലത്തിന് ചെലവഴിക്കുന്നതിന്റെ 1000-1 പോലും ഒരുപക്ഷെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല. നമ്മുടെ ബാത്റൂമുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ, നമ്മുടെ വീടിനുള്ളിലെ ടോയ്ലറ്റുകൾ അലങ്കരിക്കാൻ എമ്പാടും ചെലവഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയോ മദ്രസക്ക് വേണ്ടിയോ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടിയോ ഒരു വഅദിന് വേണ്ടിയോ എന്തെങ്കിലും ചോദിച്ചാൽ എന്തെന്നില്ലാത്ത പിശുക്ക്. അവ പൈസ ഇല്ല, കൊടുക്കാൻ തരമില്ല, മനസ്സിന് കൊടുക്കാൻ തോന്നുന്നില്ല, കൈ അഴയുന്നില്ല. ഈ രീതിയിൽ ദീനിന്റെ വിഷയങ്ങളിലേക്ക് മനുഷ്യന് പിശുക്ക് വരും. മദ്രസയിലേക്ക് ഫീസ് ചോദിക്കുമ്പോൾ എന്തെന്നില്ലാത്ത വിഷമം. 10 രൂപ 20 ആക്കിയാൽ 20-50 ആക്കിയാൽ പ്രശ്നം. ഇംഗ്ലീഷ് മീഡിയത്തിലേക്കോ മറ്റു സ്ഥാപനങ്ങളിലേക്കോ നമ്മുടെ മക്കൾ പോയി പഠിക്കാൻ എഞ്ചിനീയറിംഗിന് അപേക്ഷ കൊടുക്കുമ്പോൾ, സീറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ എമ്പാടും വാരിക്കോരി കൊടുക്കാൻ തയ്യാറുള്ള ആളുകൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോൾ പിശുക്ക്, യുൽഖശ്ശുഹു, പിശുക്ക് മനസ്സിലേക്ക് വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യകൂനൽ മാലുൽ ആം നഹ്ബതൻ ലിൽ ജമീഅ ലാ യതവറഊന അൻ നഹ്ബിഹി വൽ ഗില്ല് മിൻഹു, എമ്പാടും പിരിവ് നടത്തുകയും സമൂഹത്തിന്റെ പേര് പറഞ്ഞ്, സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ്, യതീം മക്കളുടെ തലയെണ്ണത്തിന്റെ പേര് പറഞ്ഞ് എമ്പാടും പിരിച്ചു നടക്കുകയും അങ്ങനെ പിരിവ് നടത്തുന്ന പൈസകൾ ആർഭാടത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നത്. സമൂഹത്തിന്റെ പൈസയല്ലേ നശിപ്പിക്കുന്നത്? ആർഭാടത്തിന്റെ ജാഥകൾ പോകുന്നത്, ആർഭാടം കാണിക്കുന്നത്, ലക്ഷറിക്ക് വേണ്ടി, ആർഭാടത്തിന് വേണ്ടി ഈ സമൂഹത്തിന്റെ മുഅ്മിനീങ്ങളായ ആളുകളുടെ കീശയിൽ നിന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞുണ്ടാക്കുന്ന പൈസകൾ നശിപ്പിച്ചു കളയുന്നത്
ലാ യതവറഊൻ, പൊതു മുതൽ ഉപയോഗിക്കാൻ വറഅോ സൂക്ഷ്മതയോ ഇല്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് പൈസ വരുന്ന കാലം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനേ തക്സുറു ശുറതാ, പോലീസുകാർ വർദ്ധിക്കുന്നത് ഖിയാമത്തിന്റെ അടയാളത്തിലുണ്ട്. തക്സുറു ശുറത, ശുർത്ത തന്നെ പേര്, ഗൾഫ് പോയവർക്ക് അറിയാം ശുർത്ത എന്ന് പറഞ്ഞാൽ പോലീസാണ് അല്ലേ. തക്സുറു ശുറത്, പോലീസുകാർ വർദ്ധിക്കുന്നത്. എന്താ കാരണം എന്നറിയോ? നാട്ടിൽ ഫസാദ് വർദ്ധിക്കുമ്പോ പോലീസുകാരുടെ എണ്ണം കൂട്ടേണ്ടി വരും. തക്സുറു ശുറതു, പോലീസുകാരെ വിനയിക്കുന്നത് കൂടുന്നത്. അതിനർത്ഥം എന്താ? പോലീസുകാരെ മോശക്കാരല്ല, കുഴപ്പക്കാർ കൂടുമ്പോഴാണ് പോലീസുകാരെ കൂട്ടേണ്ടി വരിക. കുഴപ്പക്കാർ കൂടുന്ന സമയം നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാകുന്നത്, കലാപത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ, ഒന്ന് എറിയാനും പൊട്ടിക്കാനും നശിപ്പിക്കാനും ചിന്തിക്കുന്ന ആളുകൾ, മർക്കട മുഷ്ടിയുള്ള ആളുകൾ നാട്ടിൽ വർദ്ധിക്കുന്ന സമയം നിയമപാലകരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും. തക്സുറശുറതു, പോലീസുകാർ വർദ്ധിക്കുന്ന കാലം. അഷ്റഫുൽ ഖൽഖിന് ബോഡി ഗാർഡുകളുണ്ടോ? ഉമർ ഫാറൂഖ് തങ്ങൾക്ക് ബോഡി ഗാർഡുകൾ ഉണ്ടായിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹുവിന് കരിമ്പൂച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പാദസേവ ചെയ്യാൻ ആളുകൾ ഉണ്ടായിട്ടുണ്ടോ? യാതൊരു പേടിയുമില്ലാതെ അറേബ്യയിലുടനീളം ഒറ്റക്ക് സഞ്ചരിച്ചിരുന്ന ഭരണാധികാരികളല്ലേ അവർ? കാലൊക്കെ മാറിയില്ലേ? തക്സുറുശുറതു, സമാധാനം രാജ്യത്ത് നഷ്ടപ്പെടുകയും അസമാധാനം വർദ്ധിക്കുകയും സമൂഹത്തിൽ കലാപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുമ്പോൾ പോലീസിന്റെ വിന്യാസം വർദ്ധിപ്പിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് അല്ലാഹു ജല്ല ജലാലു ഈ റസൂലിന്റെ മുമ്പ് വന്ന എല്ലാ അമ്പിയാക്കന്മാർക്കും ഏതൊരു അല്ലാഹു ആണോ വിവരം പറഞ്ഞു കൊടുത്തത്, ആ റബ്ബല്ലേ അഷ്റഫുൽ ഖൽഖിന്റെ പരിശുദ്ധമായ നാവിലൂടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അനുഭവങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി വരച്ചു കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. തക്സുറുശുറതു ബൈഉൽ ഹുകമി, ബൈഉൽ ഹുകമി, അധികാരം വിൽക്കപ്പെടുന്നത്. അധികാരം വിൽക്കപ്പെടുക എന്താ അർത്ഥം അറിയോ? തുനാലുൽ മനാസിബു ബിർരിശ്വതി, കോഴ കൊടുത്തിട്ട്, കറപ്ഷൻ, കോഴ കൊടുത്തിട്ട് അധികാരങ്ങൾ വാങ്ങുന്നത്, സീറ്റുകൾ മറിച്ചു വെക്കുന്നത്, വോട്ട് കച്ചവടം ചെയ്യുന്നത്, കോഴ വാങ്ങിയിട്ട് ബിർരിശ്വ, കോഴ വാങ്ങുന്നത്, കറപ്ഷൻ ചെയ്യുന്നത്, ഏതിനും കൈക്കൂലി കൊടുക്കുന്നത്, കൈക്കൂലി കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് അധികാരങ്ങൾ പിടിച്ചു വാങ്ങുന്ന കാലം. ബൈഉൽ ഹുക്മി അൽ-ഇസ്തിഖ്ഫാഫു ബിദ്ദം, ചോരക്ക് വിലയില്ലാതെയാകുന്നത്. ചോരക്ക് വിലയില്ല. മുഅ്മിനായ മനുഷ്യനാണോ മുസ്ലിമോ അമുസ്ലിമോ ആയിരിക്കട്ടെ, മനുഷ്യന്റെ വിലക്ക് ചോരക്ക് വിലയുണ്ടെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധമായ അല്ലാഹുവിന്റെ ദീൻ. മനുഷ്യന്റെ ചോരക്ക് വിലയുണ്ട്. അൽ-ഇസ്തിഗ്ഫാഫു ബിദ്ദമി എന്ന് പറഞ്ഞാൽ എന്താ? വാടക കൊലയാളികളെ വിന്യസിക്കപ്പെടുന്ന കാലം. ചോരക്ക് അവർക്ക് വിലയുണ്ടോ? കാട് വെട്ടുന്ന പോലെയല്ലേ, ചെടികൾ വെട്ടിത്തറക്കുന്ന പോലെയല്ലേ മാംസവും മജ്ജയും വേദനയുമുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് കൊടുവാൾ കൊണ്ട് വെട്ടുന്നത്? ഇസ്തിഗ്ഫാഫു ബിദ്ദമി, ചോരക്ക് വില കൊടുക്കാതെ. എന്തിനാ വില? കാല് മുറിച്ചാൽ ഇത്ര, കൈ മുറിച്ചാൽ ഇത്ര, തല വെട്ടിയാൽ ഇത്ര, കൈയും കാലും മുട്ടി മൂലക്കിലിട്ടാൽ ഇത്ര. കാശല്ലാതെ മനുഷ്യന്റെ ചോരക്ക് വില കൊടുക്കാത്ത കാലം വരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ കച്ചവടത്തിനിറങ്ങുന്നത് അൻ തുശാരികൽ മർഅതു സൗജഹാ അൽ അമല വത്തിജാറ, പെണ്ണുങ്ങൾ ഭർത്താവിനെ കച്ചവടത്തിൽ സഹായിക്കാൻ പോകുന്നത്. ഏതായാലും വെറുതെ വീട്ടിലിരിക്കല്ലേ, ഞാൻ പോയിട്ട് ക്യാഷിലിരിക്കാം. ആര് പറയാ? പെണ്ണ് പറയാ. ഭർത്താവ് ഏതായാലും ജോലിക്ക് പോവല്ലേ ഗൾഫില്, മക്കൾ സ്കൂളിലേക്ക് പോയി, എന്നാ പിന്നെ ഞാൻ വേറൊരു ജോലിക്ക് പോയിക്കോട്ടെ. പെണ്ണുങ്ങളുടെ കയ്യിൽ കാശ് കിട്ടി തുടങ്ങിയാലേ പിന്നെ അവർ ഇതിൻ്റെതാണ് നിങ്ങളതാന്ന് പറയാൻ തുടങ്ങും. ഇതിൻ്റെത്, ഈ പൈസൻ്റെ ഇത് നിങ്ങളത്. ആണുങ്ങളത് പറയൂല. എത്ര കുഴപ്പമുണ്ടായിട്ടുണ്ടെന്നറിയോ? ഞാൻ അറിയുന്ന എത്രയോ പ്രശ്നങ്ങൾ. നല്ല അച്ചടക്കത്തിൽ ജീവിച്ച കുട്ടികളാ, അച്ചടക്കത്തിൽ ജീവിച്ച കുടുംബ. അവൾക്കൊരു മോഹം ജോലിക്ക് പോകണമെന്ന് ഇവനായിട്ട് ജോലി ശരിയാക്കി കൊടുത്തു ഭർത്താവേ. എന്നിട്ട് പിന്നെ അവൾ കണക്ക് പറയാൻ വേണ്ടി തുടങ്ങി. പിന്നെ അവൾ എന്റെ ഭർത്താവിനെ ഹറാസ് ചെയ്യെ, എന്റെ മുതലെടുത്ത് ദൂർത്തടിക്കാൻ തുടങ്ങാൻ. വാപ്പാക്ക് നാട്ടിക്ക് കത്ത്, പെണ്ണിന്റെ വക ഫോൺ. കുടുംബം തകർന്നു.
ഒരു പെണ്ണിനോടും ജോലിക്ക് പോകണ്ട എന്നല്ല ശർഅ് പറഞ്ഞത്. ശരിക്കും മനസ്സിലാക്കണം മസ്അല. ഒരു പെണ്ണ് ജോലിക്ക് പോവാൻ അവളായിട്ട് ഇഷ്ടപ്പെട്ടാൽ, അവൾക്ക് താല്പര്യമുണ്ട്, അന്യ ആണുങ്ങളുമായി ഇടപഴകാത്ത ഒരു ജോലി, ഹലാലായ ഒരു ജോലി അവൾക്ക് ലഭിക്കുകയും ചെയ്താൽ അവൾക്ക് വേണമെങ്കിൽ പോകാം. ഭർത്താവിന് ഒരു പെണ്ണിനെ ജോലിക്ക് നിർബന്ധിക്കാൻ അല്ലാഹു അനുവദിച്ചിട്ടില്ല. ഒരു ഭർത്താവും തന്റെ പെണ്ണിനോട് നീ ജോലിക്ക് പോകണം എന്ന് പറയരുത്. അവൾക്ക് ഇഷ്ടമുണ്ട്, ഹലാലായ ജോലിയാണ്, ഹറാമിന്റെ സാഹചര്യങ്ങളില്ല, അവൾക്ക് പോകാം. പക്ഷേ കച്ചവടത്തിലേക്ക്, കച്ചവട സ്ഥാപനങ്ങളിലേക്ക് പെൺകുട്ടികൾ കച്ചവടത്തിലേക്ക് ഇറങ്ങുന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന യദൈ സാഅ, അന്ത്യനാളിന്റെ മുമ്പിൽ നടക്കാൻ പോകുന്നുണ്ട്, ഫുശൂഉത് തിജാറ, കച്ചവടങ്ങൾ വർദ്ധിക്കുന്നത്. കച്ചവടം വർദ്ധിക്കാൻ, എവിടെയും കച്ചവടം, എവിടെയും കച്ചവടം. വാത് കേൾക്കാമെന്നാലും കച്ചവടം, ഉത്സവത്തിനും കച്ചവടം, മാമാങ്കത്തിനും കച്ചവടം, എല്ലായിടത്തും കച്ചവടം. കച്ചവടം വർദ്ധിപ്പിക്കുക, മനുഷ്യന്മാരെ കൊണ്ട് വാങ്ങിപ്പിക്കുക, ഓഫറുകൾ ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൺസ്യൂമറിസം, ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്. ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ സഹായിക്കും. കച്ചവടത്തിൽ പെണ്ണ് ഭർത്താവിനെ സഹായിക്കും. പെണ്ണും പോവും കച്ചവടത്തിന് ഭർത്താവിന്റെ കൂടെ, ഷോപ്പിലേക്ക്, അവരുടെ ഫാക്ടറിയിലേക്ക്, അവരുടെ ഓഫീസിലേക്ക്. ഇങ്ങനെ പെണ്ണുങ്ങൾ ഭർത്താവിന്റെ കൂടെ ജോലിക്കിറങ്ങുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹ്. പെണ്ണെ, നിന്റെ ഭർത്താവ് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാലൊഴികെ, നിന്റെ ഭർത്താവ് നിന്റെ കുടുംബം പുലർത്താൻ പറ്റുന്ന സാഹചര്യം അയാൾക്കില്ലാതെ വന്നാലൊഴികെ അള്ളാഹു നിന്നോട് ജോലി ചെയ്യാൻ നിർബന്ധിച്ചില്ല. ഭർത്താവിന് വയ്യ, കിടപ്പാണ്, അവൾക്ക് ജോലിയുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോഴാണ് ശർഅ് നിനക്ക് കഴിയുമെങ്കിൽ നീ സഹായിച്ചോ എന്ന് പറഞ്ഞത്. നിന്റെ ദീനിനെ സൂക്ഷിക്കുവാനും പെണ്ണെ, നീ പോകുന്ന വഴിയിൽ, നീ യാത്ര ചെയ്യുന്ന ബസ്സിൽ, നീ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ, നീ സംസാരിക്കുന്ന നിന്റെ കസ്റ്റമേഴ്സ്, നിന്റെ മുമ്പിൽ കയറി പോകുന്ന സെയിൽസ്മാൻമാർ, നിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന സെയിൽസ് എക്സിക്യൂട്ടീവുകൾ, ഇവരോടൊക്കെ സംസാരിച്ചും തമാശ പറഞ്ഞും അന്യോന്യം മൊബൈൽ ഫോണുകൾ കൈമാറിയും വാട്സ്ആപ്പ് നമ്പറുകൾ കൈമാറിയും എത്ര ഫിത്നകളാണ്. അന്തസ്സിൽ ജീവിക്കുന്ന, അച്ചടക്കത്തോടെ ജീവിക്കുന്ന എത്ര പെൺകുട്ടികളാണ് സാമർത്ഥ്യമുള്ള പിശാചിനെ തലയിൽ കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരുടെ വർത്തമാനങ്ങളിൽ കുടുങ്ങിപ്പോയത്. എത്ര പെണ്ണുങ്ങളാണ് ആണുങ്ങളെ കുഴക്കിക്കളഞ്ഞത്, എത്ര പെൺകുട്ടികളാണ് അച്ചടക്കമുള്ള ചെറുപ്പക്കാരെ വഴിതെറ്റിക്കളഞ്ഞത്. അവസരം ഒരുക്കിയത് ആരാണ്? ആരാ അവസരം ഒരുക്കിയത്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ ഇത് ചെയ്യാൻ? ഇല്ല. നീയായിട്ട് വരുത്തി വെക്കുന്ന വിനകൾക്ക് നീ തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ജോലിക്ക് പോവണ്ട എന്നല്ല ശറഈന്റെ അഭിപ്രായം. നിനക്ക് നിന്റെ ദീനിനെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അള്ളാഹു ഹലാലാക്കിയ ജോലിയാണെങ്കിൽ, അന്യ പുരുഷന്മാരുമായി ഇടപഴകാത്ത ജോലിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. പക്ഷേ കച്ചവടത്തിന് വേണ്ടി സമയം വെറുതെ കൊല്ലണ്ട എന്ന് ചിന്തിച്ച് മനുഷ്യരുടെ വായ നോക്കി നിന്ന് സമയം കളയാൻ വേണ്ടി കച്ചവടത്തിന് വേണ്ടി പെണ്ണുങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന കാലം അന്ത്യനാൾ അള്ളാഹു വരുത്തി വെക്കുന്നതിന്റെ മുമ്പ് ലോക മുസ്ലിം സംസ്കാരത്തിൽ ഇങ്ങനെ ഒന്ന് വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫുശൂൽ ഖലമി, പേന വർദ്ധിക്കുന്നത് പറ്റിയൊരു ദിവസം അത് പറയേണ്ട വിഷയങ്ങളാണ്. പക്ഷെ നമ്മൾ ഹദീസുകൾ നിങ്ങളുടെ ഓർമ്മയിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഓടിച്ചോടിച്ചു പോവാണ്. ഇതൊക്കെ ഓരോന്നും ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഇതൊക്കെ ശരിയായ സ്വർഗം എന്ന് പറഞ്ഞാൽ വെറുതെ കുട്ടികളെ കളിച്ചിട്ട് കിട്ടുന്ന സ്ഥലമല്ല സ്വർഗം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അഫ്ലഹ. ഫല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? കർഷകൻ. ഫലഹ, അഫ്ലഹ, മുഫ്ലിഹ്, കർഷകന് പറയുന്ന വാക്കാണത്. വിത്ത് പാകണം, ഭൂമി ഉഴുതണം, അതിന് വിളയിട്ട് കൊടുക്കണം, നനച്ചു കൊടുക്കണം, കാലാവസ്ഥ നോക്കണം, കാറ്റടിക്കുമ്പോൾ പേടി, പ്രാണികൾ വന്ന് നശിപ്പിക്കുമെന്ന് പേടി, അങ്ങനെ നോക്കി വളർത്തി വലുതായി വന്ന് പഴുത്ത് പാകമായാൽ പറിച്ചെടുക്കുമെന്ന് നമ്മൾ പറയും. അവൻ കർഷകനാണ്. ഖദ് അഫ്ലഹ, മുസ്ലിം വിജയിക്കും. മുസ്ലിം വിജയിച്ചു. എങ്ങനെ വിജയിച്ചു? കഷ്ടപ്പാടിന്റെ ശേഷം വിജയിക്കുന്നു. അധ്വാനിച്ചിട്ടേ വിജയിക്കാൻ പറ്റുള്ളൂ.
അധ്വാനിച്ചതിന്റെ ശേഷം വിജയം ഉണ്ടാവുള്ളൂ. എന്ന് വെറുതെ കൈയും കെട്ടി സ്വർഗത്ത് കിടക്കാൻ വന്നൊന്നും വിചാരിക്കണ്ട, ഒന്നും എളുപ്പമല്ല. അള്ളാഹു നമ്മെ അവൻ അനുസരിക്കുന്നവരാക്കി അള്ളാഹു മാറ്റി തരട്ടെ. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അധികാരം അള്ളാഹുവിൻ്റെതാണ്. അവൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇങ്ങനെ പോയിക്കോ. അതാണ് നമ്മൾ ഈ പറഞ്ഞിരുന്നത്, അതാണ് നമ്മൾ ഈ പറയുന്നത്. അള്ളാഹുവിന്റെ വഴിയാണ്. യത്ലു അലൈഹിം ആയാതിഹി, അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇതാണ്, അള്ളാഹുവിന്റെ നിയമങ്ങൾ ഇതാണ്, അള്ളാഹിന്റെ കിതാബ് ഇതാണ് പറയുന്നത്. ഫുശൂൽ ഖലമി, പേനകൾ വർദ്ധിക്കുന്നത്. പേന വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കസറത്തു തസാനീഫി, പ്രിന്റിംഗ് കൂടുന്നത്. പ്രിന്റിംഗ് കൂടുക, മാഗസിനുകൾ കൂടുന്നത്, പത്രങ്ങൾ വർദ്ധിക്കുന്നത്, മാസികകളും ആഴ്ചപ്പതിപ്പുകളും കൂടുന്നത്, പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യപ്പെടുന്നത്. ഫുശൂൽ ഖലമി, ഡോക്യുമെന്റേഷൻ വർദ്ധിക്കുന്നത്. കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ എത്രയാ വർദ്ധിച്ചത്? എത്രയായിരക്കണക്കിന് ഹാർഡ് കോപ്പികളുണ്ടോ അതിന്റെ സോഫ്റ്റ് കോപ്പികളായി, സ്കാൻ ചെയ്തിട്ടോ അല്ലാതെയോ. ഇപ്പൊ ശരിക്കും ഡബിൾ ആയിട്ടുണ്ടെന്ന്. മുമ്പത്തെ പോലെയല്ല. ഇലക്ട്രോണിക് ഡിവൈസുകളും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കീബോർഡുകളും വന്നപ്പോ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളായി. എത്ര ഹാർഡ് കോപ്പികൾ കിതാബ് ലൈബ്രറി ഉണ്ടോ അതിന്റെ ഒക്കെ പകരം സോഫ്റ്റ് കോപ്പികൾ, സോഫ്റ്റ്വെയറുകളും അല്ലാത്തതുമായി ഒരുപാട് വായിക്കപ്പെടുന്നത് ഒരുപാട് കൂടുന്നു. കസറത്തുൽ ഫുശൂൽ ഖലം, വായിക്കപ്പെടുന്നത് ഒരുപാട് കൂടും. അപ്പൊ ടൈപ്പ് ചെയ്ത് ഇവിടെയാണ്, മെസ്സേജ് ചെയ്ത് ഇവിടെ, ഇതൊക്കെ മനുഷ്യന്മാർ വായിക്കല്ലേ. ഫുശൂൽ ഖലം, എഴുത്തുകൾ വർദ്ധിക്കും. ആ എഴുത്ത് വർദ്ധിക്കാൻ കാരണമാണ് കീബോർഡുകൾ. മുമ്പത്തെ പോലെ പേൻ എടുത്തിട്ട് മഷിയിൽ മുക്കിയിട്ട് എഴുതൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് പെടപെടാന്ന് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് കയറ്റാണ്. ഫുശൂൽ ഖലമി, എഴുത്തുകൾ വർദ്ധിക്കും, മെസ്സേജുകൾ വർദ്ധിക്കുന്നില്ലേ, വായിക്കാനുള്ള കഥകൾ ഇഷ്ടം പോലെ കിട്ടുന്നില്ലേ, എഴുതിവിടുകയാണ്. ചില ആളുകളൊക്കെ പേജുകളോളം വരുന്ന കഥയ്ക്ക് ഓരോരുത്തർക്ക് വാട്സപ്പിൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് വായിച്ചു തീരുമ്പോൾ ഒരു ദിവസം കഴിയും, പിന്നെ നിർത്തിച്ചിട്ട് പോവുക നിസ്കാരത്തിന്, ബാക്കി പിന്നെ വായിക്കുക. എപ്പോഴവനത് എഴുതി കൂട്ടിയതെന്നാവോ. ചില ആളുകൾ അങ്ങ് എഴുതി വിടുകയാണ്, കഥകൾ എഴുതുകയാണ്. ഫുശൂൽ ഖലമി, എഴുത്ത് വർദ്ധിക്കുന്ന കാലം, മനുഷ്യൻ എഴുതി വെക്കുന്നത് വർദ്ധിക്കുന്ന കാലം. പുസ്തകങ്ങളും മാസികകളും ആഴ്ചപ്പതിപ്പുകളും വാരികകളും ദ്വൈവാരികളും ദ്വൈമാസികകളും എല്ലാം പത്രങ്ങളായിട്ടും പുസ്തകങ്ങളായിട്ടും ഓരോന്നോരോന്നായി ജേണലുകളായും ഓരോന്ന് വർദ്ധിക്കുന്നത്. കസറത്തുൽ ഖലമി, ഫുശൂൽ ഖലമി, അൻ യകൂനൽ വലദു ഗൈളാ, കുട്ടികൾ, പിഞ്ചുമക്കൾ എമ്പാടും ദേഷ്യമുള്ള മക്കളായി മാറുന്നത്. കുട്ടികൾക്ക് വല്ലാത്ത ദേഷ്യം. അയ്യകൂനൽ വലദു ഗൈളാ, മാതാപിതാക്കളെ അനുസരിക്കാത്ത വാശി മക്കൾക്ക് വർദ്ധിക്കുന്നത്. എത്രയോ ഉമ്മമാരുടെ മടിത്തട്ടുകളിൽ കുട്ടികൾ ഇരിക്കുന്നുണ്ടാകാം. എത്രയോ ഉമ്മമാരുടെ പരാതി, കുട്ടി പറഞ്ഞത് കേൾക്കൂല, കുട്ടിക്ക് വാശിയോട് വാശി. എന്തെങ്കിലും വാശി പിടിച്ചാൽ എറിഞ്ഞു പൊളിക്കുക, നശിപ്പിക്കുക, ചീത്ത പറയുക, ഉമ്മയോട് പിണങ്ങുക, ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നുറങ്ങുക. ഇങ്ങനെ വാശിയോട് വാശി, ഇങ്ങനെ വാശി പിടിക്കുന്ന മക്കൾ അന്ത്യനാളിന്റെ മുമ്പ് നിങ്ങളുടെ മടിത്തട്ടിൽ ഖിയാമത്തിന്റെ അടയാളമായി വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യകൂനൽ വലദു ഗൈളാ, മക്കൾക്ക് ഭയങ്കര ദേഷ്യം. ആ കൊച്ചു ശരീരത്തിൽ നിൽക്കാൻ പോകുന്ന ദേഷ്യമൊന്നുമല്ല, എമ്പാടും വലിയൊരു ശരീരത്തിൽ കടക്കേണ്ട ദേഷ്യമൊക്കെ കൊച്ചുമക്കളിൽ. ഗൈളൻ, ഭയങ്കര ദേഷ്യം, വാശിയും ദേഷ്യവും കൂടുന്നത്. വയകൂനൽ മതറു ഖൈളാ, മഴ വർഷിക്കും, പക്ഷേ മഴ കൊണ്ട് കിട്ടേണ്ട നേട്ടം ലഭിക്കാത്ത മഴ. മഴ പെയ്യുമ്പോൾ ശാന്തമാവണം, മഴ പെയ്യുമ്പോൾ ഭൂമി കുളിരണം, മഴ പെയ്യുമ്പോൾ തണുപ്പ് വേണം, മഴ പെയ്യുമ്പോൾ വിഭവങ്ങൾ മുളക്കണം. ഇതൊന്നും സംഭവിക്കുന്നില്ല. മഴ പെയ്യുന്നുണ്ട്, മഴ നിന്നാലേ ചൂട് തുടങ്ങി, മഴ നടക്കുന്നുണ്ട്, വിളവ് നടക്കുന്നില്ല. അയ്യകൂനൽ മതറു ഖൈളാ, ഉപകാരമില്ലാത്ത മഴ പെയ്യുന്നത്, മഴയുടെ ഉപകാരം അല്ലാഹു എടുത്തു കളയുന്നത്. ആലോചിച്ചു നോക്കിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വയുക്റമൽ ഫസഖതു വയുഹാനൽ കിറാം, ഫാസിഖീങ്ങളായ ആളുകളെ എമ്പാടും ബഹുമാനിക്കപ്പെടുകയും വയുഹാനൽ കിറാം, മഹത്തുക്കളായ ആളുകളെ അവമതിക്കപ്പെടുകയും ചെയ്യുന്ന കാലം.
ഈ ഹദീസിനെ ആധുനികരായ ഉലമാ വ്യാഖ്യാനിക്കുന്നത് അയ്യുക്റമൽ ഫസഖ, ഫാസിഖീങ്ങൾക്ക് ഭയങ്കര സ്ഥാനം ഫാസിഖീങ്ങൾ ആരെന്നറിയോ? സിനിമാ സ്റ്റാറുകൾ, സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ, സിനിമയിൽ അഭിനേത്രിയാണെന്ന് കേൾക്കുമ്പോ, ആക്ടറാണെന്നോ ആക്ട്രസ് ആണെന്നോ എന്ന് കേൾക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ അവർക്ക് വേണ്ടി ചെലവഴിക്കുകയും സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത്, അവരെ കൊണ്ട് സംഗീത നൃത്ത രാത്രികൾ രാവുകൾ സംഘടിപ്പിക്കുന്നത് യുക്റമൽ ഫുസാഖ് അൽ ഫസഖ, കള്ളു കുടിക്കുന്നവരെ, വ്യഭിചരിക്കുന്നവരെ സമൂഹത്തിനോ മുസ്ലിം ഉമ്മത്തിനോ മാതൃകയാവേണ്ട ആളുകളല്ല. പക്ഷെ അവർക്ക് എന്തെന്നില്ലാത്ത ആനുകൂല്യം, എന്തെന്നില്ലാത്ത അംഗീകാരം, എന്തെന്നില്ലാത്ത ബഹുമാനം. വയുഹാനൽ കിറാം, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന എത്രയോ അള്ളാഹുവിന് ത്യാഗത്തോടുകൂടെ ജീവിക്കുന്ന സൂക്ഷ്മതയുള്ള ആളുകളെ നിസ്സാരവൽക്കപ്പെടുകയും അവരെ നിസ്സാരമാക്കുകയും കണ്ണിൽ കണ്ടതുപോലെ കാണാതിരിക്കുകയും ഫാസിഖീങ്ങളെ എമ്പാടും ഉയർത്തുകയും ചെയ്യുന്നത്, അവർക്കൊക്കെ ഭയങ്കര സ്ഥാനം അല്ലേ? ആരോ പറഞ്ഞു അങ്ങനെ, ഉമ്മ പറയാറുണ്ട് എപ്പോഴും എന്ത്, ലൈറ്റ് ഓഫ് ചെയ്യണം, കറണ്ട് സേവ് ചെയ്യണം, എന്ത് ചെയ്യാ, ആവശ്യമില്ലാത്ത ഫാനൊക്കെ ഓഫ് ചെയ്യണം, വീട്ടിൽ കറണ്ട് ബില്ല് കൂടുന്നുണ്ട്, കറണ്ടിന്റെ ഉപയോഗം കൂടുന്നുണ്ട്. ഉമ്മയും വാപ്പിയും പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. ഏതോ ഒരു സിനിമാ സ്റ്റാർ പിന്നെ ഫാനൊക്കെ ഓഫ് ചെയ്യണിട്ടോ എന്ന് പറഞ്ഞു എല്ലാവരും മാഷാ അല്ലാഹ് മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. എന്ന് നമ്മളെല്ലാരും കേൾക്കുക. ഇതെന്നെ എന്റെ സ്വന്തം ഉമ്മയും വാപ്പിയും പറഞ്ഞത്, അത് കേട്ടിട്ടില്ല. അംഗീകാരം തോന്നിവാസം ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത്, ഹറാമായത് ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം, അവർക്ക് എന്തെന്നില്ലാത്ത സ്ഥാനം. വയുഹാനൽ കിറാം, മാന്യന്മാരായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നിന്ദതയും നിസ്സാരതയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി പറയുന്നത് ഇൻഫ്ലേഷനെ കുറിച്ചാണ്, പണപ്പെരുപ്പത്തെ കുറിച്ച്. ളുഹൂറുൽ ഗലാഇ വർതിഫാഉൽ അസ്ആർ, വില വർദ്ധിക്കുന്നത്, സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നത്. വർതിഫാഉൽ അസ്ആർ, അങ്ങാടികളിൽ സാധനങ്ങൾക്ക് തീപൊള്ളുന്ന വില. രൂപക്ക്, നാണയത്തിന്, പൈസക്ക് വിലയില്ലാതിരിക്കുക. حتى يعطى الرجل 100 دينار بل 300. 100-300 രൂപ കയ്യിൽ കൊടുത്താൽ, അത് ദീനാറാവാം, ദിർഹമാകാം. 300-300 കൊടുത്താൽ ഫയദല്ലു സാഖിതാ, മനുഷ്യൻ ദേഷ്യപ്പെട്ടു പോകും. പൈസക്ക് വിലയില്ല, പൈസയുടെ മൂല്യം നഷ്ടപ്പെടുന്നത്. യർതഫിഅൽ ഗലാ, ളുഹൂറുൽ ഗലാഇ, ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. 100 രൂപയ്ക്ക് ആരെയും ജോലി കിട്ടോ, കൂലി കിട്ടോ? 100 രൂപക്ക് കൂലിപ്പണിക്കാർക്ക് എത്ര? ഇവിടൊക്കെ 500, 600, 900 ഒക്കെ ആയിട്ടാ. 100 ഒന്നുമല്ല. 100 രൂപയ്ക്ക് പപ്പടം വാങ്ങാൻ പറ്റുമോ? ളുഹൂറുൽ ഗലാഇ, ളുഹൂറുൽ ഗലാ, സാധനങ്ങൾക്ക് വില കൂടിയിട്ട് പൈസക്ക് മൂല്യം നഷ്ടപ്പെടുക. ഇങ്ങനെ രൂപക്കോ നാണയത്തിനോ ഡോളറിനോ ദിർഹമിനോ യൂറോക്കോ മൂല്യം നഷ്ടപ്പെടുമാർ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്. വർതിഫാഉൽ അസ്ആരി, സാധനങ്ങളുടെ വില തീപൊള്ളുന്ന വിലയായി വർദ്ധിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന സംഗതിയല്ലേ? ഇങ്ങനെ നടക്കാൻ പോകുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാൻ പോകുന്ന അവസാനത്തെ ഏറ്റവും അത്ഭുതകരമായ ഒരു അടയാളം, ഫിത്നത്തുൻ തദ്ഖുലു കുല്ല ബൈത്തിൻ മിൻ ബുയൂതിൽ അറബി വഗൈരിഹിം. അറബികളോ അല്ലാത്തവരോ ആയവരുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ഫിത്നയുണ്ട്. ഫിത്നത്തുൻ, അതൊരു ഫിത്നയാണ്. തദ്ഖുലു കുല്ല ബൈത്തിൻ മിൻ ബുയൂതിൽ അറബി വഗൈരിഹിം, അറബികളും അല്ലാത്തവരുമായ മുഴുവൻ മനുഷ്യരുടെ വീടിന്റെ ഉള്ളിലേക്കും കയറി വരുന്ന ഒരു ഫിത്നയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ ഫിത്ന? എന്താണ് ആ ഫിത്ന? എല്ലാവരുടെ പേരിലുള്ള ഫിത്ന എന്താ? TV, സാറ്റലൈറ്റ് ഡിഷുകൾ വെക്കുന്നത്, TV സംസ്കാരം അതിന്റെ സർവ വരമ്പുകളും
ഭേദിക്കപ്പെടുന്ന സംസ്കാരമായി മാറുന്നത്. ടി വി എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. ഉപയോഗത്തിനും ദുരുപയോഗത്തിനും പറ്റും. നമുക്ക് പാടുള്ളതും പാടില്ലാത്തതും അവിടെ പ്രത്യക്ഷപ്പെടും. എല്ലാവരുടെ വീട്ടിന്റെ ഉള്ളിലും അറബി ആവട്ടെ അനർബി ആവട്ടെ, ഇത് മുസ്ലിമിനെയാണ് നശിപ്പിച്ചത്, നമ്മുടെ സംസ്കാരമാണ് നശിപ്പിച്ചത്. വാപ്പയും ഉമ്മയും മക്കളും ഇരുന്ന് മാന്യമായൊരു ന്യൂസ് കേൾക്കാൻ പറ്റുന്ന ന്യൂസുകൾ ഉണ്ടോ നാട്ടിൽ? നമ്മുടെ ന്യൂസ് റീഡർമാർ വായിക്കുന്ന വാർത്തകളിൽ ഉമ്മയും വാപ്പയും മക്കളും ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന ന്യൂസുകളുണ്ടോ? കാണുന്ന സിനിമകളിൽ, റിയാലിറ്റി ഷോകളിൽ, മറ്റ് പ്രോഗ്രാമുകളിൽ മോശപ്പെട്ട വസ്ത്രവിധാനങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഒരു പരിപാടി പ്രസന്റ് ചെയ്യുന്ന ആളുകൾ, അതിന്റെ പ്രസന്റർമാർ, ആ പരിപാടിയുടെ ആ പരിപാടിയെ അവതരിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന ആണുങ്ങളോ പെണ്ണുങ്ങളോ ആകട്ടെ, അന്യ പുരുഷന്മാരെ കെട്ടിപ്പിടിക്കുന്നതും പരസ്യമായി ചുംബിക്കുന്നതും ആലിംഗനം ചെയ്യുന്നതും ഈ മനുഷ്യ സമൂഹത്തിൽ പാടില്ലാത്തത്, മുസ്ലിമിന് ഒരിക്കലും ചിന്തിച്ചു പോകാൻ പോലും പാടില്ലാത്ത സംസ്കാരങ്ങൾ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കാണിച്ചു കൊടുത്തത് ആരാണ്? ആരാ കാണിച്ചു കൊടുത്തത്? സിനിമാ നായകന്മാർ, സംവിധായകന്മാർ എഴുതി കൊടുക്കുന്ന വരികൾക്കൊപ്പിച്ച് അന്യ പെണ്ണുങ്ങളോടുകൂടെ കൈപിടിച്ചാടുന്നതും, സ്നേഹം പ്രേമം ഇതല്ലാതെ മറ്റൊന്നുമില്ല. ആരുടെ കൂടെ ജീവിച്ചാലും പ്രേമിക്കുന്നവൻ ഏത് ജാതിയാണെങ്കിലും ഏത് മതസ്ഥനാണെങ്കിലും, അവന് ചൊറുക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അവന് സംസ്കാരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ജാതിയോ മതമോ പ്രശ്നമല്ല, സ്നേഹമാണ് വലുത്, സ്നേഹമാണ് എന്ന് നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് നാഴികക്ക് 400 തവണ വിളിച്ചു പറഞ്ഞത് ഏതൊരു ഉപകരണമാണ്? നിങ്ങൾ പറഞ്ഞു തരിൻ. അച്ചടക്കമുള്ള വസ്ത്രം ധരിക്കണമെന്ന് മദ്രസക്കുള്ളിൽ ഉസ്താദുമാർ പഠിപ്പിച്ചു വിടുമ്പോ, ഔറത്ത് കാണിക്കുന്നത് കുറ്റകരമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, മനുഷ്യന്റെ സംസ്കാരം, നമ്മുടെ ആദർശശുദ്ധി, നമ്മുടെ ചാരിത്രശുദ്ധി അത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു വിട്ട് 2 മണിക്കൂർ ക്ലാസ് എടുത്ത മക്കളെ വീട്ടിലേക്ക് വിട്ടാൽ, ഉമ്മമാർ റിമോട്ട് വെച്ച് തുറന്ന് തിരിച്ചും മറിച്ചും മാറി മാറി കാണുന്ന സീരിയലുകളിൽ ആ പെണ്ണുങ്ങൾ ധരിക്കുന്ന വേഷം നമ്മുടെ പെൺകുട്ടികൾ കാണുന്നില്ലേ? സിനിമകളിൽ പുരുഷന്മാർ ചെയ്യുന്ന അഭിനയം നമ്മുടെ ആൺമക്കൾ കാണുന്നില്ലേ? നമ്മുടെ ചെറുപ്പക്കാർ കാണുന്നില്ലേ? നിരന്തരമായ കാഴ്ച, നിരന്തരമായ ഫോളോയിങ്, നിരന്തരമായ ഒരു വിഷയം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ശരി, അല്ലെങ്കിൽ അതിൽ കുഴപ്പമില്ല എന്നൊരു തോന്നൽ മനസ്സിന്റെ ഉള്ളിലേക്ക് വരാറില്ലേ? അതുകൊണ്ടാണ് വാദ പറയുന്ന നേരത്ത് ചിലതെങ്കിലും നിങ്ങൾക്ക് വിചിത്രമായി തോന്നുന്നത്. ഇതൊക്കെ നടക്കുന്നതല്ലേ, അതിലെന്താ കുഴപ്പം, അതിഷ്ടം പോലെ നടക്കുന്നില്ലേ എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ നമ്മുടെ ചിന്താരീതിയെ പോലും ദോഷകരമായി ബാധിച്ചിട്ടുള്ള സംസ്കാരം നമ്മുടെ വീടിന്റെ ഉള്ളിൽ കടന്നു വന്നത് TV സംസ്കാരത്തിലൂടെയല്ലയോ? അല്ലേ? പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫിത്നത്തുൻ, ഒരു മഹാഫിത്ന വരുന്നുണ്ട്, തദ്ഖുലു കുല്ല ബൈത്തിൻ മിൻ ബുയൂതിൽ അറബി വഗൈരിഹിം, അറബികളും അല്ലാത്തവരുമായ എല്ലാവരുടെ വീടിന്റെ ഉള്ളിലും അത് കടന്നു വരും. നല്ല പ്രോഗ്രാമുകൾ, അള്ളാഹുവിനെ പറ്റി ചിന്തിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഭൗതിക ലോകത്തെ വിവരം തരുന്നത്, നിങ്ങൾക്ക് ഹറാം ചിന്തിപ്പിക്കാത്തത്, നന്മ തരുന്നത്, സാരോപദേശം തരുന്നത്, നന്മ, അതിന്റെ നന്മയെ നന്മയായി മനസ്സിലാക്കി സ്വീകരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് പറ്റും, അല്ലാത്തവർ ഒഴിവാക്കിക്കോളിൻ. തീ വാങ്ങിച്ചു വെക്കണ്ട, നരകം വാങ്ങിച്ചു വെക്കണ്ട. മക്കളെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ, നമ്മുടെ ഭാര്യമാരെ സീരിയലിന്റെ ഭ്രമത്തിൽ നിന്ന് അവരെ പിടിച്ചു മാറ്റാൻ കഴിയില്ലെങ്കിൽ, സിനിമാ ഭ്രമത്തിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ മാറ്റാൻ കഴിയില്ലെങ്കിൽ, നിങ്ങൾ ഈ വാങ്ങിച്ചു വെക്കുന്ന LCD ടിവികളോ LED-കളോ അല്ലാത്തതോ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന സംവിധാനങ്ങൾ, എത്ര ഇഞ്ച് വലിപ്പമുള്ള നിങ്ങളുടെ TV സെറ്റുകളാവട്ടെ, അതിന്റെ ഉള്ളിൽ കാണാൻ പോകുന്നത് സംസ്കാരശൂന്യമായ പ്രോഗ്രാമുകളാണെങ്കിൽ നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ, നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ. അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. പിന്നെ എങ്ങനെയാണ് മക്കൾ നന്നാവുക? എങ്ങനെയാണ് സമൂഹം നന്നാവുക? നിരന്തരം, ഓൺ എ ഡെയിലി ബേസിസ്, എല്ലാ ദിവസവും. ഒരു കാര്യം കൂടെ പറയട്ടെ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ
ഒരൽപ്പം ഖുർആൻ ഓതുകയും സ്വലാത്ത് ചൊല്ലുകയും വിർദുകൾ ചൊല്ലി പറയുകയും ചെയ്യേണ്ട നേരമാണ്. ഇരുട്ടായി കഴിഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഒരു പേടി വരും. ഖബറിനെ കുറിച്ച് ഓർമ്മ വരും, മരണത്തെ കുറിച്ച് ഓർമ്മ വരും. റബ്ബേ, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, ഉറക്കത്തിൽ മരിക്കുമോ എന്ന് ഓർമ്മ വരും. ഭക്തിയുടെ നേരമാണ്, അള്ളാഹുവിനെ പറ്റി ബോധം വരുന്ന നേരമാണ്. ആ നേരത്ത് നമ്മുടെ നാടുകളിലെ ചാനലുകാർ, ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകാർ ഭക്തി പ്രോഗ്രാമുകൾ സീരിയലായി വിടുന്നില്ലേ? ഭക്തിയുള്ള പ്രോഗ്രാമുകൾ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. ഭക്തിയുള്ള പ്രോഗ്രാമുകൾ ശ്രീരാമന്റെയോ അല്ലാത്തതെയോ കഥ പറഞ്ഞിട്ട്, ഭഗവത്ഗീതയുടെ കഥ പറഞ്ഞിട്ട് ഭക്തിയുള്ള സീരിയലുകൾ. എന്തിന്? മുസ്ലിമീങ്ങളായ പെൺമക്കൾ, മുസ്ലിമീങ്ങളായ വീട്ടുകാരായ ആളുകൾ, ആൺകുട്ടികളും പെൺമക്കളും പരിശുദ്ധമായ ഖുർആൻ ഓതി